ഗുഡ് മോർണിംഗ്. നമുക്ക് ഇപ്പോൾ ഇന്നൊക്കെ ഒരു സൺഡേ ആണെന്ന് ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ പശു നെയ്യ് കേട്ടോ. ഒറിജിനൽ പശു നെയ്യ് ഇവിടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാനിങ്ങനെ ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഈ ഒരു നെയ്യ് മേടിക്കും. പക്ഷേ ഞാനിങ്ങനെ ഒരു ദിവസം ആൻറ്റിയുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ ആൻറ്റിയുടെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, നമ്മൾ അറിയേണ്ട ഒരു സ്ത്രീയാണ്. അവരൊരു 10-80 വയസ്സൊക്കെ ആയി. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് ഞാൻ മേടിക്കുന്ന നെയ്യ്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്ന് മേടിക്കുക. ഓക്കെ, ഈ നെയ്യ് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു. നമ്മളെല്ലാവരും കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് അറിയാമെന്നുള്ളതാണ്. ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ആ ഒരു നെയ്യ് കുറച്ച് ആ ടിന്നിൽ നിന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു. ഞാൻ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് ഞാനിതങ്ങോട്ട് റബ്ബ് ചെയ്യണേ. ഞാൻ ഐസ് ക്യൂബ് തന്നെ ഇട്ടത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഒരു ബട്ടറും ആ ഒരു ക്ലെൻസിങ് ഫോം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട, ഇത് ശരിക്കും നല്ലൊരു കൊളോജൻ ക്രീമായിട്ട് നമ്മുടെ ഫേസിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് കുറച്ച് കുങ്കുമം എന്താ പറയുക, കുങ്കുമപ്പൂവ് ചേർക്കാം. അപ്പോൾ ഇതാ കയ്യിൽ തണുപ്പ് വന്നപ്പോൾ ഓട്സുകളൊക്കെ കടക്കടാന്ന് പോകും. ഓക്കെ, ഇതാണ് നമ്മളിങ്ങനെ ഐസ് ക്യൂബ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വീഡിയോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. എന്നിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഇത് ആക്കി വെച്ചിട്ട് എന്നും ലിപ്പും ഫേസും നെക്കൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു നല്ലൊരു ഏജൻ്റാണ് സ്കിന്നിനെ യങ്ങാക്കാനും കാര്യങ്ങൾക്കൊക്കെ. കണ്ടോ, ഈ ഒരു ഫീലാണ് ഇപ്പോൾ ആ ഒരു നെയ്യ്. ഒറിജിനൽ നെയ്യാണിത്. ഇനി നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആവണേ മിൽമ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ലോ വൈറ്റമിൻ ഇ ടാബ്ലറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ തന്നെ ചെയ്തത് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന്. എന്താ ഐസ് ക്യൂബ് ഫിൽറ്റർ വാട്ടറാണ് കേട്ടോ ഇത്, അതും കൂടി ശ്രദ്ധിക്കുക. പതിഞ്ഞ പ്ലേറ്റിൽ കൈ ഒരുപാട് പേര് പറയാറില്ല, കൈകാല് ചുളുങ്ങുന്നു, കൈകാലിൽ റിങ്കിൾസ് വരുന്നു, ഫേസിൽ റിങ്കിൾസ് വരുന്നു എന്നൊക്കെ. നല്ലൊരു ഏജൻ്റാണ്. ഐസ് ക്യൂബ് ആയതുകൊണ്ടേ ചത്തു ശരിക്കും പറഞ്ഞു. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് വീണ്ടും ഞാൻ കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതുപോലെ ചെയ്യും. ഒരു 2-3 പ്രാവശ്യമാണ് മാക്സിമം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്രീമായി. ഓക്കെ, നമ്മൾ എത്ര പൈസ കൊടുത്തിട്ടല്ല, എത്ര എക്സ്പെൻസീവായിട്ട് ഒരു മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നത്. ഒരിക്കലും വേണ്ട. ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ. അപ്പോൾ ഇനി ഈ വെള്ളം ഫുള്ളൊന്ന് കളയും. എന്നിട്ട് വീണ്ടും ഇതുപോലെ 2-3 തവണയും കൂടി ഞാൻ ചെയ്യും. ടോട്ടൽ 3 ടൈംസാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കി അതിലൊരു പൊടി അലോവേര ജെല്ലും അതുപോലെ തന്നെ ഈ കുങ്കുമപ്പൂവ് അതും കൂടി ഇങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അങ്ങോട്ട് സമയം കിട്ടുമ്പോൾ ഫേസിൽ ഒരു സ്കിൻ കെയർ വൈറ്റനിങ് കൊളോജൻ മാസ്കായിട്ട് ഞാനിത് യൂസ് ചെയ്യും. അതിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് ചെയ്യാറില്ല കേട്ടോ. നോർമൽ വാഷാണ് എടുക്കാറ്. ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവരും. ഓക്കെ.